ആ നിഴൽ രൂപം. രാത്രി 12 മണി. പുറത്ത് കനത്ത മഴയും കാറ്റും. നഗരത്തിനു പുറത്തുള്ള ആ പഴയ ബംഗ്ലാവിൽ രാഹുൽ തനിച്ചായിരുന്നു. അടുത്തുള്ള ടൗണിൽ പോയ സുഹൃത്തുക്കൾ മഴ കാരണം കുടുങ്ങിപ്പോയിരിക്കുന്നു. പെട്ടെന്നാണ് മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. എന്തോ ഒന്ന് താഴെ വീണ ശബ്ദം. രാഹുൽ ഒന്ന് ഞെട്ടി. ആരാ? അവൻ വിളിച്ചു ചോദിച്ചു. മറുപടിയില്ല, കാറ്റിന്റെ ഇരമ്പൽ മാത്രം. അവൻ മെല്ലെ ഒരു ടോർച്ചുമെടുത്ത് മുകളിലേക്ക് നടന്നു. ഓരോ പടികൾ കയറുമ്പോഴും അവന്റെ ഹൃദയമിടിപ്പ് കൂടിവന്നു. മുകളിലത്തെ മുറിയിൽ. അവൻ മുറി തുറന്നു. അവിടെ ഒന്നുമില്ല. ജനൽ കാറ്റിൽ അടിച്ചു തുറന്നതാണ്. അവൻ ആശ്വസിച്ചുകൊണ്ട് ജനൽ അടയ്ക്കാനടുത്തു. പെട്ടെന്ന് ജനൽച്ചില്ലിലെ പ്രതിബിംബത്തിൽ അവനത് കണ്ടു. തൊട്ടുപിന്നിലെ ഇരുട്ടിൽ വാതിലിന് പിന്നിലായി ഒരാൾ നിൽക്കുന്നു. കയ്യിൽ തിളങ്ങുന്ന ഒരു കത്തി. രാഹുൽ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞാൽ ആ നിമിഷം തന്നെ ആക്രമിക്കപ്പെടും. അവൻ വളരെ തന്ത്രപരമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. 1. അടവ്. ഫോണിൽ ഒരു മെസ്സേജ് വന്നതുപോലെ അവൻ അഭിനയിച്ചു. 2. ശബ്ദം. ഓ, അവർ എത്തിയല്ലോ എന്ന് അവൻ ഉറക്കെ പറഞ്ഞു. 3. നീക്കം. ടോർച്ച് പെട്ടെന്ന് ഓഫ് ചെയ്ത് അവൻ കട്ടിലിനടിയിലേക്ക് ഉരുണ്ടുമാറി. ക്ലൈമാക്സ്. ആ നിഴൽ രൂപം മുന്നോട്ട് ചാടി. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. ആക്രമി പരുങ്ങുന്ന സമയം നോക്കി രാഹുൽ കയ്യിലിരുന്ന വലിയ ടോർച്ചുകൊണ്ട് അയാളുടെ കാലിലടിച്ചു. അയാൾ നിലവിളിച്ചുകൊണ്ട് താഴെ വീണു. ഓട്ടി രക്ഷപ്പെടാൻ നോക്കിയ രാഹുൽ വാതിലിനടുത്തെത്തിയപ്പോൾ ഞെട്ടിപ്പോയി. താഴത്തെ നിലയിൽ നിന്ന് ഒരാൾ കൂടി മുകളിലേക്ക് വരുന്നു. ഒന്നല്ല, 2 പേർ. അവർ കള്ളന്മാരല്ലെന്ന് രാഹുലിന് മനസ്സിലായി. കാരണം അവരുടെ കയ്യിൽ തോക്കുകളുണ്ടായിരുന്നു. രാഹുൽ പുറകിലെ ബാൽക്കണിയിലേക്ക് ഓട്ടി. താഴെ മുറ്റത്ത് ഒരു കാർ വന്നു നിൽക്കുന്നു. സുഹൃത്തുക്കളാണോ അതോ ഇവരുടെ കൂട്ടാളികളോ? അവൻ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടാനൊരുങ്ങവേ പിന്നിൽ നിന്ന് ഒരാൾ അവന്റെ തോളിൽ തൊട്ടു. രാഹുൽ കണ്ണടച്ച് ആഞ്ഞു വീശാനാഞ്ഞു. രാഹുൽ, ഇത് ഞങ്ങളാണ്. അത് അവന്റെ സുഹൃത്ത് അർജുനായിരുന്നു. കൂടെ പോലീസും. ആ ബംഗ്ലാവിൽ ഒളിച്ചിരുന്ന ലഹരിമാഫിയ സംഘത്തെ പിടികൂടാൻ പോലീസ് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു. രാഹുൽ അറിയാതെ അവൻ ഒരു വലിയ കെണിയിൽ അകപ്പെടുകയായിരുന്നു. അദൃശ്യനായ വേട്ടക്കാരൻ. അർജുന്റെ കൈ പിടിച്ചു നിൽക്കുമ്പോഴും രാഹുലിന്റെ വിറയൽ മാറിയിരുന്നില്ല. പോലീസ് എത്തിയെന്ന് അവർക്ക് മനസ്സിലായി. അർജുൻ മന്ത്രിച്ചു. പക്ഷേ ഇവരുടെ ലീഡർ പാമ്പൻ ഷെരീഫ് അത്ര പെട്ടെന്ന് കീഴടങ്ങുന്നവനല്ല. പെട്ടെന്നാണ് ബംഗ്ലാവിലെ മെയിൻ സ്വിച്ച് ഓഫായത്. മുറ്റം മുതൽ മുകളിലത്തെ നിലവരെ കരിനിഴലിലായി. പോലീസുകാർ തങ്ങളുടെ ടാക്ടിക്കൽ ലൈറ്റുകൾ തെളിച്ചു. ആ വെളിച്ചത്തിന്റെ കീറുകൾക്കിടയിലൂടെ രാഹുൽ കണ്ടു. നേരത്തെ അവനെ ആക്രമിക്കാൻ വന്ന ആൾ അപ്രത്യക്ഷനായിരിക്കുന്നു. ആ പഴയ തുരങ്കം. ബംഗ്ലാവിന്റെ താഴത്തെ നിലയിൽ നിന്ന് ഒരു രഹസ്യവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അവൻ രക്ഷപ്പെടുകയാണ്, ഒരു പോലീസ് ഓഫീസർ വിളിച്ചു പറഞ്ഞു. ആ പഴയ ബംഗ്ലാവിന്റെ അടുക്കളയ്ക്കടിയിൽ നിന്ന് അടുത്തുള്ള കാട്ടിലേക്ക് നീളുന്ന ഒരു രഹസ്യ തുരങ്കമുണ്ടെന്ന് അവർ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഷെരീഫ് ആ തുരങ്കത്തിലൂടെ പുറത്തേക്ക് കടന്നു. പുറത്ത് മഴ അപ്പോഴും നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. ചതുപ്പും കാടും നിറഞ്ഞ ആ പ്രദേശം അവന് സുപരിചിതമാണ്. അവൻ ഇരുട്ടിലേക്ക് അലിഞ്ഞു ചേർന്നു. അവസാനത്തെ പോരാട്ടം. പോലീസിനൊപ്പം രാഹുലും അർജുനും കാടിന്റെ അതിർത്തിയിലേക്ക് നീങ്ങി. പെട്ടെന്നൊരു കാടിനുള്ളിൽ നിന്ന് ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു. ദൂരപരിധി ഏകദേശം 200 മീറ്റർ അകലെ. തടസ്സം. വീണുകിടക്കുന്ന മരങ്ങളും കനത്ത ഇരുട്ടും. ഷെരീഫ് തന്റെ ബൈക്ക് വേഗത്തിലോടിച്ചുപോയി. പോലീസ് ജീപ്പ് അവനെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും ഇടുങ്ങിയ വഴിയിൽ അത് അസാധ്യമായിരുന്നു. പക്ഷേ ഷെരീഫിനൊരു കാര്യം തെറ്റിപ്പോയി. രാഹുൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചെടുത്ത് അവന്റെ നേർക്കെറിഞ്ഞില്ല. പകരം തൊട്ടടുത്ത് കണ്ട ഒരു വലിയ മരക്കൊമ്പ് റോഡിന് കുറുകെ തള്ളി. ടിം. നിയന്ത്രണം വിട്ട ബൈക്ക് ഒരു മരത്തിലിടിച്ചു മറിഞ്ഞു. ഷെരീഫ് ദൂരേക്ക് തെറിച്ചു വീണു. അവൻ എഴുന്നേറ്റ് തോക്കെടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും പോലീസിന്റെ സൈറൺ മുരൾച്ച അവനെ വളഞ്ഞുകഴിഞ്ഞിരുന്നു. ആ വലിയ രഹസ്യം. പിടിക്കപ്പെട്ട ഷെരീഫിന്റെ പോക്കറ്റിൽ നിന്ന് പോലീസ് ഒരു ചെറിയ ചിപ്പ് കണ്ടെടുത്തു. ആ ചിപ്പിൽ ആ നഗരത്തിലെ പ്രമുഖരായ പലരുടെയും പേരുകളുണ്ടായിരുന്നു. രാഹുൽ ആ ബംഗ്ലാവിൽ താമസിക്കാൻ തീരുമാനിച്ചത് വെറുമൊരു യാദൃച്ഛികമല്ലെന്ന് അപ്പോഴാണ് അർജുൻ വെളിപ്പെടുത്തിയത്. നിന്നെ ഇവിടെ താമസിപ്പിച്ചത് അവരെ പുറത്തുകൊണ്ടുവരാനുള്ള ഞങ്ങളുടെ പ്ലാനിന്റെ ഭാഗമായിരുന്നു രാഹുൽ. പക്ഷേ സാഹചര്യം ഇത്ര അപകടമാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. രാഹുൽ കിതപ്പോടെ അർജുനെ നോക്കി. താൻ ഒരു വലിയ ഗൂഢാലോചനയുടെ നടുവിലായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അർജുൻ ആ ചിപ്പ് ഒരു ചെറിയ ടാബ്ലറ്റുമായി ബന്ധിപ്പിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ പേരുകൾ ഓരോന്നായി താഴേക്ക് നീങ്ങി. പെട്ടെന്നൊരു പേര് കണ്ടപ്പോൾ രാഹുലിന്റെ ശ്വാസം നിലച്ചു. വിശ്വനാഥൻ മേനോൻ. അത് രാഹുലിന്റെ സ്വന്തം അമ്മാവനായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി രാഹുലിനെ വളർത്തിയതും അവന് ഈ ബംഗ്ലാവിൽ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതും അതേ അമ്മാവനായിരുന്നു. അപ്രതീക്ഷിതമായ വെളിപ്പെടുത്തൽ. ഇത് അസംഭവ്യമാണ്, രാഹുൽ അലറി. അമ്മാവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ അർജുൻ ശാന്തനായിരുന്നു. അവൻ ആ ചിപ്പിലെ അടുത്ത ഫയൽ തുറന്നു. അതിലൊരു ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ രാഹുൽ അത് പ്ലേ ചെയ്തു.
രാഹുൽ ആ ബംഗ്ലാവിലെത്തുമ്പോൾ ഷെരീഫിന് അവനെ തീർക്കാം. ആ പഴയ ബംഗ്ലാവിന്റെ പ്രമാണം എന്റെ പേരിലാകാൻ അവനില്ലാതാകണം. പോലീസ് അന്വേഷണം വന്നാൽ അത് വെറുമൊരു കവർച്ചാശ്രമമായി മാറ്റണം. അത് അമ്മാവന്റെ ശബ്ദം തന്നെയായിരുന്നു. സ്നേഹപൂർവ്വം തനിക്ക് ജ്യൂസ് തരികയും കഥകൾ പറഞ്ഞുതരികയും ചെയ്ത അതേ അമ്മാവൻ. അവസാനത്തെ നീക്കം. രാഹുലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒലിച്ചിറങ്ങി. പക്ഷേ അതോടൊപ്പം ഒരു കഠിനമായ തീരുമാനവും അവനെടുത്തു. നമുക്കിപ്പോൾ തന്നെ അമ്മാവന്റെ വീട്ടിലേക്ക് പോകണം, രാഹുൽ പറഞ്ഞു. വേണ്ട രാഹുൽ, അത് അപകടമാണ്, അർജുൻ തടഞ്ഞു. അയാൾക്ക് നമ്മളിവിടെ ഉള്ള കാര്യമറിയാം. പെട്ടെന്ന് രാഹുലിന്റെ ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ അങ്കിൾ കോളിംഗ് എന്ന് തെളിഞ്ഞു. രാഹുൽ ഫോണെടുത്തു. അപ്പുറത്തുനിന്ന് അമ്മാവന്റെ ശാന്തമായ ശബ്ദം. രാഹുൽ, നീ സുരക്ഷിതനാണോ? ബംഗ്ലാവിനടുത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടു. ഞാനിപ്പോൾ ആ ബംഗ്ലാവിന്റെ ഗേറ്റിനു മുന്നിലുണ്ട്. നീ വേഗം പുറത്തേക്ക് വാ. രാഹുൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ കനത്ത മഴയത്ത് ഒരു കറുത്ത കാർ ഗേറ്റിനു മുന്നിൽ നിശബ്ദമായി നിൽക്കുന്നു. കാറിന്റെ ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്തിരിക്കുന്നു. രാഹുൽ അമ്മാവന്റെ അടുത്തേക്ക് പോകുമോ? അതോ അതൊരു കെണിയാണെന്നവന് മനസ്സിലാകും.